മുരളീധരന് പറ്റിയത് ഒന്നൊന്നര അമളിയാണ്. സ്വന്തം കുഴി സ്വന്തം ഇരുന്ന് തോണ്ടിയത് കൊണ്ടും മലർന്നു കിടന്ന് തുപ്പിയതുമൊക്കെ കൊണ്ട് മുരളിക്കുട്ടന്റെ ചുരുളിയൊക്കെ പോയി. ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ യുപിയിലെ യോഗി ആദിത്യനാഥ് സർക്കാർ പിരിച്ചുവിട്ട് ഡോക്ടർ കഫീൽ ഖാനോട് ഉപമിച്ച പോസ്റ്റ് തിരുത്തി വി മുരളീധരൻ സൈലന്റ് ആണ്. പോസ്റ്റിലെ അബദ്ധം തിരിച്ചറിഞ്ഞാണ് മുരളീധരൻ പിന്നീടത് മാറ്റിയത്. പോസ്റ്റിന് താഴെ ബി നേതാവിനെ കളിയാക്കി നിരവധി പേരാണ് രംഗത്ത് വന്നത്. യുപി ഭരിക്കുന്ന ബി സർക്കാരിനെ കേരളത്തിലെ ബി നേതാവ് ട്രോളുന്നു എന്ന രീതിയിലുള്ള പരിഹാസങ്ങൾ പോസ്റ്റിന് താഴെ നിറഞ്ഞതോടെയാണ് മുരളീധരൻ പോസ്റ്റ് ഒഴിവാക്കിയത്. കേരളത്തിലെ കഫീൽ ഖാനെ കള്ളക്കേസിൽ ജയിലിലടയ്ക്കാനാണ് പിണറായിയുടെ നീക്കം. കേരള സ്റ്റോറിക്ക് പുരസ്കാരം ലഭിച്ചതിൽ ആശങ്കപ്പെടുന്ന മുഖ്യമന്ത്രിക്ക് ഇത്രയേറെ മനുഷ്യരുടെ ജീവൻ രക്ഷിച്ച ഡോക്ടറെ കുറിച്ച് ഒരു കരുതലുമില്ലേ എന്നാണ് ചോദിക്കാനുള്ളത് എന്നായിരുന്നു ആദ്യം വി മുരളീധരൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. ആത്മവിമർശനമാണോ ഇതെന്ന തരത്തിലും പരിഹാസ കമന്റുകൾ വന്നു. തുടർന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ കള്ളക്കേസിൽ ജയിലിലടയ്ക്കാനാണ് പിണറായിയുടെ നീക്കം. കേരള സ്റ്റോറിക്ക് പുരസ്കാരം ലഭിച്ചതിൽ ആശങ്കപ്പെടുന്ന മുഖ്യമന്ത്രിക്ക് ഇത്രയേറെ മനുഷ്യരുടെ ജീവൻ രക്ഷിച്ച ഡോക്ടറെ കുറിച്ച് ഒരു കരുതലുമില്ലേ എന്നാണ് ചോദിക്കാനുള്ളത് എന്ന് പോസ്റ്റ് തിരുത്തുകയായിരുന്നു വി മുരളീധരൻ. 2017 BRT മെഡിക്കൽ കോളേജിൽ ഓക്സിജൻ കിട്ടാതെ 63 നവജാത ശിശുക്കൾ മരിച്ച സംഭവത്തിൽ കുറ്റം ചുമത്തി അദ്ദേഹത്തെ ഉത്തർപ്രദേശ് സർക്കാർ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയായിരുന്നു. അതേ ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധനായിരുന്നു കഫീൽ ഖാൻ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ദുരവസ്ഥ തുറന്നു പറഞ്ഞ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതിനെ കുറിച്ചായിരുന്നു വി മുരളീധരന്റെ പ്രതികരണം. പരസ്യ പ്രതികരണം നടത്തിയത് ചട്ടലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. ഉപകരണ ക്ഷാമം സംബന്ധിച്ച് ഹാരിസ് സമൂഹ മാധ്യമത്തിൽ നടത്തിയ വെളിപ്പെടുത്തൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിരുന്നു. ഡോക്ടർ നടത്തിയത് ഔദ്യോഗിക ചട്ടലംഘനമാണെന്നും നടപടി വേണ്ടെന്നുമാണ് സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സമിതി റിപ്പോർട്ട് നൽകിയത്. ഉപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള ഫയൽ നീക്കത്തിലെ കാലതാമസവും അറ്റകുറ്റപ്പണികളിലെ മെല്ലെപ്പോക്കും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഹാരിസിനെതിരെ നടപടി ഉണ്ടാകുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിനിടെ കേരള സമൂഹത്തെ അപമാനിക്കുന്ന സിനിമയ്ക്ക് ദേശീയ പുരസ്കാരം നൽകിയത് അംഗീകരിക്കാനാവില്ല എന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം.